രാവിലെ തന്നെ ഈ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് ഡെലുവിൻ്റെ അടുത്ത ചോറ് കൊടുപ്പിനുള്ള അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ചോറ്റാനിക്കരയിലാണ് ഡെലുവിൻ്റെ മൂന്നാമത്തെ അമ്പലത്തിൽ ചോറ് കൊടുപ്പ് ചോറ്റാനിക്കരയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ റെഡിയായി ഞങ്ങൾ ഓട്ടോയൊക്കെ വിളിച്ച് പോവാണ്. കാരണം ഞങ്ങൾ ഇത്രയും പേരോട് ഉള്ളതുകൊണ്ട് ബൈക്കിൽ പോകുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചു. എന്തായാലും ഭയങ്കര തിരക്കാണ്. കാരണം കർക്കിടക മാസം തുടങ്ങിയത് കൊണ്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. പിന്നെ നേരെ ചെന്ന് മുല്ലപ്പൂവൊക്കെ മേടിച്ച് ഞാൻ തലയിലൊക്കെ ചൂടിയിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയി. നല്ല തിരക്കുണ്ടായിരുന്നു ചെന്നപ്പോൾ തന്നെ. തലേന്നേ വിളിച്ച് ചോറ് കൊടുപ്പിനുള്ള കാര്യങ്ങളെല്ലാം തിരക്കി വെച്ചത് കൊണ്ട് എനിക്ക് വലിയ കൺഫ്യൂഷനൊന്നും ഇല്ലായിരുന്നു. നേരെ ചെന്ന് രസീത് എടുത്താൽ മതിയായിരുന്നു. അങ്ങനെ നേരെ പോയിട്ട് രസീത് എടുത്തു. പിന്നെ ചോറ് കൊടുക്കുന്ന എവിടെയാണെന്നൊരു കൺഫ്യൂഷൻ, ഏത് സ്ഥലത്തിരുത്തിയാണ് എന്നൊരു സംശയമുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊരു ആളുടെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പോയി. അകത്ത് ഫോണ് വീഡിയോ ഒന്നും എടുക്കാൻ അങ്ങനെ പറ്റത്തില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരുമേനിയോട് ചോദിച്ചു, ഇങ്ങനെ വീഡിയോ എടുത്തോട്ടെ, ചോറ് കൊടുപ്പിൻ്റെ ആണല്ലോ, അപ്പോൾ പിന്നെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എടുത്തതാണ്. കുറേ കുഞ്ഞുങ്ങളെയൊക്കെ ചോറുകൊടുപ്പിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഡെലുവായിട്ടിരുന്നത്. ഞങ്ങളുടെ പിറകെ പിന്നെ ആരും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ഞങ്ങളാണ് ചെന്നതല്ല ചോറുകൊടുപ്പിനിരുന്നത്. പിന്നെ ആരെങ്കിലും വന്നതെന്ന് നമുക്കറിയത്തില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ നേരെ അവളായിട്ട് അവിടെ പോയി ഇരുന്നു. അങ്ങനെ തിരുമേനി പായസമൊക്കെ വിളമ്പി, എന്നിട്ട് ഓരോന്ന് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു. ഓൾറെഡി നമ്മുടെ മൂന്നാമത്തെയാണ്. നമുക്ക് ഇപ്പോൾ ഒരുവിധം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഒരു ഏകദേശം പിടുത്തമുണ്ട്. അതുകൊണ്ട് നേരെ പിന്നെ അവൾക്ക് ചോറ് കൊടുക്കാൻ പറ്റുന്നത് അവൾക്കും അറിയാം. ഇപ്പം സത്യത്തിൽ ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ അവൾക്കും ഇപ്പോൾ എന്തോ കിട്ടുമെന്നുള്ളത് അവൾക്കും മനസ്സിലായി. അതുകൊണ്ട് അവൾ എക്സ്പ്രഷനൊക്കെ ഇട്ട് അവൾക്ക് ഓരോ ഭാഗം കൊടുക്കുമ്പോഴും അവിടെ മുഖത്തെ എക്സ്പ്രഷൻ കാണാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അങ്ങനെ അനന്ത് ഓരോ വാവിധം കൊടുത്തു. അനന്ത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അമ്മ കൊടുത്തു. അമ്മയെ എല്ലാത്തിലും തൊട്ടിട്ട് എല്ലാ പായസത്തിലും തൊട്ട് കൊടുത്തു. ലാസ്റ്റ് ഞാൻ പിന്നെ ചോറ് കൊടുക്കാൻ ചെന്നു. ഞാനും പോയിട്ട് വാവയ്ക്ക് എല്ലാത്തിലും തൊട്ട് കൊടുത്തു. കാരണം ഒരുപാട് ഞാൻ വായി വെച്ച് കൊടുത്തില്ല, അവൾ ചിലപ്പോൾ തുപ്പിക്കളഞ്ഞാലോ, അതുകൊണ്ട് എല്ലാത്തിലും ചെറിയ ചെറിയ രീതിയിൽ തൊട്ടു. അങ്ങനെ ചോറ് കൊടുപ്പും കഴിഞ്ഞ് എല്ലായിടത്തും പോയി തൊഴുതിട്ട് തിരിച്ച് വീട്ടിൽ പോയി ഗായ്സ്.